പെരുമാറുമെന്ന് ചോദിച്ചാൽ അതും അറിഞ്ഞുകൂടാ. ഞാനിത് സൂചിപ്പിച്ചത് എല്ലാ വിഷയങ്ങളിലും A+ നേടുന്നതിന് വേണ്ടിയിട്ട് കഴുത്തറുപ്പൻ മത്സരത്തിൽ ഏർപ്പെടുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളെ അറിയണം, നമ്മുടെ ചുറ്റുപാടുകളെ അറിയണം, നമുക്ക് ചുറ്റുമുള്ള ഭരണ സംവിധാനങ്ങളെക്കുറിച്ചറിയണം. ഏറ്റവും കുറഞ്ഞത് നമ്മുടെ സംസ്ഥാന ഭരണം നിർവഹിക്കുന്നത് ആര് എന്നുള്ളതെങ്കിലും അറിയുവാൻ, മനസ്സിലാക്കുവാൻ ഉള്ള പരിശ്രമങ്ങൾ നടത്തണം. വെറും പുസ്തക പുഴുക്കളായി മാത്രം നമ്മുടെ വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും മാറുവാൻ പാടില്ല. ഇപ്പം തന്നെ നമ്മുടെ രാജ്യത്ത് വിദ്യാഭ്യാസ മേഖലയിൽ വലിയ വിഷയങ്ങൾ, വിവാദവിധേയമായിട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളുടെ ഭാവിയെ സംബന്ധിച്ച് വലിയ വിമർശനപരമായിട്ടുള്ള സംശയങ്ങളും ചോദ്യങ്ങളും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു. നമ്മളെല്ലാം കണ്ണടച്ച് വിശ്വസിച്ചിരുന്ന ഒരു പഴുതും ഈ വിദ്യാഭ്യാസപരമായിട്ടുള്ള പ്രവേശന പരീക്ഷയ്ക്ക് ഉണ്ടാകില്ല എന്ന് കരുതിയിരുന്ന നീറ്റ് പരീക്ഷയായിരുന്നാലും നമ്മുടെ രാജ്യത്തെ അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സുകൾക്ക് പ്രവേശനം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള പൊതു പരീക്ഷയായിരുന്നാലും ആ പരീക്ഷാ സംവിധാനങ്ങളെല്ലാം സംശയത്തിൻ്റെ നിഴൽ മുനയിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് എന്ന് മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളിൽ പുറത്തു വരുന്ന വിഷയങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ നല്ല ഒന്നാന്തരം അധ്യാപകർ എന്ന വർത്തമാനം കേട്ടാൽ മുഴുവൻ വർത്തമാനം ഓർത്തിരിക്കത്തില്ല. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും കേട്ട ഒരുപാട് മിനിറ്റുകൾ, മണിക്കൂറുകൾ കേട്ട സംഭാഷണത്തിലെ ചിലപ്പോൾ ഒരു മിനിറ്റ് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കും, ചിലപ്പോൾ ജീവിതത്തെ ആവശ്യമായി വരും. ഒരു വലിയ പുസ്തകം വായിച്ചാൽ ആ പുസ്തകം എല്ലാം ഓർത്തിരിക്കത്തില്ല, എല്ലാ പേജും ഓർത്തിരിക്കണമെന്നില്ല. പക്ഷെ അതിൽ ഏതെങ്കിലും ഒരു വരി നമ്മുടെയൊക്കെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമുക്ക് പ്രയോജനകരമായി മാറും. അപ്പം അതുകൊണ്ട് വായിക്കുമ്പോഴായാലും കേൾക്കുമ്പോഴായാലും അത് ശ്രദ്ധയോടെ ചെയ്യുക എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അത് വിദ്യാർത്ഥികൾ പ്രത്യേകമായി മനസ്സിലാക്കിയ കാര്യമാണ്. അത് ശ്രദ്ധയോടെ കേൾക്കണം. നമ്മൾ കേൾക്കുന്ന എല്ലാ കാര്യവും ഓർത്തിരിക്കാൻ പറ്റില്ലല്ലോ. ആ കേൾക്കുന്ന കാര്യത്തിൽ ചില കാര്യം ഓർക്കും. ഇപ്പം തന്നോട് പറഞ്ഞ കാര്യത്തിൽ പറഞ്ഞു, ഒരു ഇൻ്റർവ്യൂവിന് നമ്മൾ ചെന്നു. ഇതെനിക്കും അനുഭവമുള്ള കാര്യമാണ്. ഞാൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിട്ടിരിക്കുന്നത് കൂടെ പഠിച്ചവർ തന്നെ വരും. കൊടുക്കണം മാറ്റമുള്ളതിനെ പറ്റി അന്നേരം നമ്മളും സിമ്പിൾ ചോദിച്ചു വയ്ക്കാൻ തീരുമാനിക്കും. പക്ഷെ അതിന് ഉത്തരം കേൾക്കുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ മിണ്ടായിരിക്കാനൊക്കെ തോന്നും. കാര്യം പൊതുവിജ്ഞാനം നമുക്കുണ്ടാകണം. നിങ്ങൾ ഇരിക്കുന്നവർ ബഹുഭൂരിപക്ഷം പേരും 10ാം ക്ലാസ്സിലും +2ലും ഫുൾ A+ വാങ്ങിച്ചവരാണ്. അല്ലാത്തവരുകൊണ്ട് കുറച്ച് പേര്. അപ്പം നമ്മൾ A+ എല്ലാം വാങ്ങി മുന്നോട്ട് പോകുമ്പോഴും പൊതുവിജ്ഞാനം നമ്മുടെ സമൂഹമായി, നാടുമായി, നമ്മുടെ പ്രദേശമായി എല്ലാം അറിയുന്ന കാര്യങ്ങൾ, മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. എനിക്ക് മുമ്പ് സംസാരിച്ച നമ്മുടെ ഏറെ ബഹുമാനിയായ ലതാദേവി അവർ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഒരു ലക്ഷ്യബോധമുള്ള കുഞ്ഞുങ്ങളായി വളർന്നു വരണം. നമ്മളിപ്പോൾ ഒരു ചവിട്ടുപടി മാത്രമേ ആയിട്ടുള്ളൂ. അതിൽ നിന്നും നിങ്ങൾ ഓരോ സ്റ്റെപ്പായി മുകളിലോട്ട് പോകുമ്പോൾ നല്ല ലക്ഷ്യത്തോടു കൂടി തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ട കാഴ്ചപ്പാട് നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. എന്നാൽ മാത്രമേ നമുക്ക് ഉന്നത തലങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. നമ്മൾ ഏത് ഉന്നതികളിൽ എത്തിച്ചേർന്നാലും നമ്മുടെ സമൂഹത്തിനെയും നമ്മുടെ നാടിനെയും ഒക്കെ സ്നേഹിക്കുന്ന മക്കളായി, സമൂഹത്തിനെയൊക്കെ ചേർത്ത് നിർത്തുന്ന മക്കളായി, സമൂഹത്തിനെ ബഹുമാനിക്കുന്ന മക്കളായി ഒക്കെ മാറുവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയണം. നിങ്ങൾ SSLCക്കും +2വിനുമെല്ലാം ഉന്നത വിജയം നേടി എന്നതോടുകൂടി നിങ്ങളുടെ മേലുള്ള ഉത്തരവാദിത്വം വർദ്ധിക്കുകയാണ്. ഇതുവരെ ഉള്ളതിനേക്കാൾ കൂടുതൽ പ്രതീക്ഷയോടുകൂടിയാണ് ഇനി നിങ്ങളുടെ രക്ഷകർത്താക്കളും ഈ സമൂഹവും നിങ്ങളെ കാണുന്നത് എന്നതുകൊണ്ട് തന്നെ പഠനകാര്യത്തിൽ കൂടുതൽ ഊർജ്ജസ്വലരായി, മിടുക്കരായി മുന്നോട്ട് പോകാനും അതോടൊപ്പം മനസ്സിൽ നന്മ സൂക്ഷിക്കാനും കഴിയട്ടെ എന്ന് വളരെ വിനീതമായി പറഞ്ഞുകൊണ്ട് എല്ലാവിധമായ ആശംസയും നേർന്ന് എൻ്റെ വാക്കുകൾ നിർത്തുന്നു.